वेलकम बैक टू विन पॉइंट ऑनलाइन क्लास. വിൻ പോയിൻ്റ് ഓൺലൈൻ ക്ലാസ് മേ ആപ്കാ സ്വാഗത് ഹെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹിന്ദിയിലെ രണ്ടാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ പേര് ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. ഇതൊരു ടിപ്പണിയാണ്. ശരിക്കും പറഞ്ഞാൽ ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്നുള്ളത് വിനോദ് കുമാർ ശുക്ൽ എന്ന് പറയുന്ന ഹിന്ദിയിലെ പ്രശസ്തനായ ഒരു കവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതയാണ് ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്നുള്ളത്. പക്ഷെ നമ്മളുടെ പാഠം ടിപ്പണിയാണ്. ഈ കവിതയെ ആസ്പദമാക്കി ആരെഴുതിയിട്ടുള്ളതാണ്? നരേഷ് സക്സേന എന്ന് പറയുന്ന ലേഖകൻ എഴുതിയിട്ടുള്ള ടിപ്പണിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ കവിതയിലേക്ക് വരാം. ആദ്യം കവിത വായിച്ചു തരാമേ, ശ്രദ്ധിക്കണേ. പേജ് നമ്പർ 15 ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. ആദ്യത്തെ ലൈനും അത് തന്നെയാണ്, ആദ്യത്തെ വരിയും അത് തന്നെയാണ്. വ്യക്തി കോ മേ നഹി ജാനതാ ഥാ, हताशा को जानता था, इसलिए मैं उस व्यक्ति के पास गया, मैंने हाथ बढ़ाया, मेरा हाथ पकड़कर वह खड़ा हुआ, मुझे वह नहीं जानता था, मेरे हाथ बढ़ाने को जानता था, हम दोनों साथ चले, दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे. ഒരു പക്ഷേ ഇത് വായിക്കുന്നത് കേട്ട് തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും, ഇതിൻ്റെ അർത്ഥം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം അത്രക്കും സിമ്പിളായി ഉള്ള ഒരു ഗദ്യ കവിതയാണ്. പിന്നെ കവിതയാവുമ്പോൾ നമുക്ക് പാടി നോക്കാം. അപ്പോൾ എനിക്ക് പാടാൻ അറിയില്ലെങ്കിലും കേൾക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമുക്കൊന്ന് പാടി നോക്കാമല്ലോ. ഓക്കെ, എന്നേക്കാൾ നന്നായി പാടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ അറിയുന്ന കുട്ടികൾ തന്നെയല്ലേ നിങ്ങൾ. അപ്പോൾ ഇത് കേൾക്കുന്നവരൊന്ന് പാടി നോക്കണം. അപ്പോൾ ഞാനൊന്ന് പാടാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കവിതയുടെ ടൈറ്റിൽ ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. ഞാൻ തുടങ്ങും. ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, വ്യക്തി കോ മേ നഹി जानता था. ശ്രദ്ധിക്കണേ. हताशा से एक व्यक्ति बैठ गया था, व्यक्ति को मैं नहीं जानता था, हताशा को जानता था, हताशा को जानता था, इसलिए मैं उस व्यक्ति के पास गया, इसलिए मैं उस व्यक्ति के पास गया, मैंने हाथ बढ़ाया, मैंने हाथ बढ़ाया, मेरा हाथ पकड़ कर वह खड़ा हुआ, मेरा हाथ पकड़ कर वह खड़ा हुआ, मुझे वह नहीं जानता था, मेरे हाथ बढ़ाने को जानता था. അവരി ഒന്നുകൂടി നോക്കണേ. इसलिए मैं उस व्यक्ति के पास गया, मैंने हाथ बढ़ाया, मेरा हाथ पकड़ कर वह खड़ा हुआ, मुझे वह नहीं जानता था, मेरे हाथ बढ़ाने को जानता था, हम दोनों साथ चले, हम दोनों साथ चले, दोनों एक दूसरे को नहीं जानते थे, दोनों
एक दूसरे को नहीं जानते थे, साथ चलने को जानते थे, साथ चलने को जानते थे. അപ്പോൾ എല്ലാവരും ഒന്ന് പാടി നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. അർത്ഥത്തിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ കവിതയല്ല നമുക്ക് പഠിക്കാനുള്ളത്, ഈ കവിതയുടെ വ്യാഖ്യാനമാണ്, ആസ്വാദന ടിപ്പണിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ കവിതയുടെ അർത്ഥം നമുക്ക് നോക്കാം, എത്ര ലളിതമാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എത്ര ലളിതവും ആഴവുമുള്ള വാക്കുകളാണ് ഈ കവിതയിലുള്ളത് എന്ന് നോക്കാം. हताशा से एक व्यक्ति बैठ गया था. ഹതാശ എന്ന് പറഞ്ഞാൽ നിരാശ. നിരാശയോടെ ഏക് വ്യക്തി, ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. There was a person sitting with frustration. He was worried. അങ്ങനെ അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ था. വ്യക്തി को मैं नहीं जानता था. ആ വ്യക്തിയെ, ആ പേഴ്സണെ ഞാൻ അറിയില്ലായിരുന്നു. അടുത്ത വരി, എങ്കിലും ഹതാശാകോ ജാനതാ താ. നിരാശയെ എനിക്കറിയായിരുന്നു. ആരുടെ നിരാശയെ? ആ മനുഷ്യൻ ഇരിക്കുന്ന ആളെനിക്കറിയില്ല, പക്ഷേ അയാൾ ഇരിക്കുന്നത് പ്രയാസത്തോടു കൂടിയാണ് ഇരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. इसलिए मैं उस व्यक्ति के पास गया. इसलिए that's why, അതുകൊണ്ട് मैं उस व्यक्ति के पास गया, ഞാൻ അയാളുടെ അടുത്തേക്ക് പോയി. I went to him, I went near to him. അയാളുടെ അടുത്തേക്ക് പോയി. എന്തിനാ പോയത്? അയാൾ അറിഞ്ഞിട്ടല്ല. അയാൾ ഒരു പ്രയാസത്തിൽ അവിടെ ഇരിക്കുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അയാളുടെ അടുത്തേക്ക് പോയി. मैंने हाथ बढ़ाया. അത് ഹാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാത്ത് എന്ന് പറഞ്ഞാൽ കൈയാണ്. ഹാത്ത് ബഡാന എന്ന് പറഞ്ഞാൽ നീട്ടുക, വർദ്ധിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്? വെറും കൈ നീട്ടലെന്ന് മാത്രമേ അർത്ഥമല്ല. അപ്പോൾ മേനെ ഹാത്ത് ബഡായ, ഞാൻ കൈ നീട്ടി. ഐ ഹാവ് ഗിവൺ മൈ ഹെൽപ്പിംഗ് ഹാൻഡ്. അപ്പോൾ ഞാനൊരു സഹായഹസ്തം നീട്ടി ആ മനുഷ്യനിലേക്ക്. അപ്പോഴോ मेरा हाथ पकड़कर वगड़ा हुआ. मेरा हाथ पकड़कर, എൻ്റെ കൈ പിടിച്ചിട്ട്, വഗടാ ഹുവ, അയാൾ എഴുന്നേറ്റ് നിന്നു. പിന്നെ പറയുന്നത് എന്താ അറിയോ? മുझे वह नहीं जानता था. മുझे, എന്നെ അയാൾക്ക് അറിയില്ലായിരുന്നു. ഞാൻ കൈ നീട്ടിയപ്പോൾ അയാൾ എൻ്റെ കൈ പിടിച്ച് എഴുന്നേറ്റുന്നു, പക്ഷെ അയാൾക്ക് എന്നെ അറിയില്ലായിരുന്നു. പിന്നെയോ, അയാൾക്ക് അറിയുന്നൊരു കാര്യമുണ്ട്. മേരെ ഹാത്ത് ബഡാനേക്കോ ജാനതാ താ. ഞാൻ നീട്ടിയ കൈ അത് സഹായം നൽകുന്ന കൈയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ കൈനീട്ടലിനെ, എൻ്റെ ഹെൽപ്പിംഗ് ഹാൻഡിനെ അയാൾക്ക് മനസ്സിലായി, അയാൾക്ക് അറിയുമായിരുന്നു. അതുകൊണ്ട് അയാൾ പിടിച്ചിട്ട് അയാൾ എഴുന്നേറ്റ് നിന്നു. ഹം ദോനോ സാത്ത് ചലേ. ഞങ്ങൾ രണ്ടാളും പിന്നെ ഒരുമിച്ച് പോയി. ഹം ദോനോ സാത്ത് ചലേ, ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പോയി. വി വെന്റ് ടുഗദർ, ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പോയി. ദോനോ ഏക് ദൂസരേ കോ നഹീ ജാനതേ തേ. പക്ഷേ രണ്ടാൾക്കും പരസ്പരം, ഏക് ദൂസരേക്കോ ഒരാൾക്ക് പരസ്പരം, നഹീ ജാനത്തെ, ഞങ്ങൾ പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് ചൽനേക്കോ ജാനതേ തേ. പക്ഷെ ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ അറിയുമായിരുന്നു. ഞങ്ങൾക്ക് പരസ്പരം അറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് ഒരുമിച്ച് നടന്നു പോകാൻ ഞങ്ങൾക്ക് അറിയുമായിരുന്നു. ഇതാണ് സിമ്പിളായിട്ടുള്ള കവിതയല്ലേ? വളരെ സിമ്പിളാണ്, വളരെ ആഴത്തിലുള്ള അർത്ഥമുള്ള ഒരു കവിതയാണ്. ഒരു ഗസൽ പോലെ മനോഹരവും ആഴവുമുള്ള ഒരു കവിതയാണ്. കവിത എഴുതിയിട്ടുള്ളത് വിനോദ് കുമാർ ശുക്ല. ഇനി നമ്മൾ നമ്മുടെ പാഠഭാഗത്തിലേക്ക് വരികയാണ്. ഈ കവിതയുടെ ആസ്വാദന ടിപ്പണി എഴുതിയിട്ടുള്ളത് ആരാണ്? അതാണ് നരേഷ് സക്സേന.
അപ്പോൾ ആദ്യ ടൈറ്റിൽ തന്നെ നോക്കുക നിങ്ങൾ, हताशा से एक व्यक्ति बैठ गया था। विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी। ഓക്കെ, അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് നോക്കാം നമുക്കല്ലേ, ഒന്ന് വായിക്കാം. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात हैं, किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं। कविता के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है। सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. അപ്പോൾ വിദ്യാർത്ഥികളെ നമുക്ക് ഇതിൻ്റെ അർത്ഥം ഒന്ന് നോക്കിയാലോ, നേരത്തെ വായിച്ചതിൻ്റെ. ഓക്കെ, विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है എന്നാണ് ഫേമസ്. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലി, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷാ പ്രയോഗങ്ങൾ, ഇതിൽ അദ്ദേഹം ഫേമസ് ആയ ഒരാളാണ്. किंतु इस कविता में मौलिक होने के साथ ही, എന്നാൽ ഈ കവിതയിൽ അദ്ദേഹത്തിൻ്റെ ശൈലിയുണ്ട്, സ്വതസിദ്ധമായ ശൈലിയുണ്ട്, അതോടൊപ്പം തന്നെ കാവ്യശില്പ കെ സിദ്ധ കവിക്ക് തരവി ദിക്കായി ദേത്തെ ഹെ. ഇതിൽ എന്താണ് കാവ്യശില്പ കെ സിദ്ധ കവി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ കലാത്മകമായ കലാമൂല്യം ഏറെയുള്ള അത് സിദ്ധിച്ച ഒരു കവിത എഴുതിയ ഒരു കവിയായി കൂടി ഈ കവിതയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി കവിതയ്ക്ക് ആർത്തി ഇത്രേ സഹജ് ഔർ സാഫ് ഹെ. ഈ കവിതയുടെ അർത്ഥം സഹജ് ഔർ സാഫ്, വെരി ക്ലിയർ, വളരെ ക്ലിയറും നാച്ചുറലുമാണ്, ഇതിൻ്റെ സ്വാഭാവികവുമാണ് ഇതിൻ്റെ അർത്ഥങ്ങൾ. उन्हें व्याख्या की दरकार नहीं है. उन्हें व्याख्या की, ഈ കവിത സ്വയം തന്നെ വളരെ സിമ്പിളാണ്, വളരെ ക്ലിയറാണ് ഇതിൻ്റെ അർത്ഥം. അതിനെ ഒന്ന് വിശദീകരിക്കേണ്ടതോ വ്യാഖ്യാനത്തിൻ്റെയോ ആവശ്യം ഇല്ല. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. सरल शब्दों वाले वाक्य, നേരത്തെ പറഞ്ഞു നമ്മൾ സരളമായ ലളിതമായ വാക്കുകളാണ് ഇദ്ദേഹം പ്രയോഗിക്കാറുള്ളത്. അപ്പോൾ सरल शब्दों वाले वाक्य, അപ്പോൾ ലളിതമായ വാക്കുകൾ സ്വയം ഹി അപ്ന മർമ്മ കഹ ദേത്തെ ഹെ, സ്വയം തന്നെ അതിൻ്റെ മർമ്മം പറയുന്നു, അതിൻ്റെ കാമ്പ് പറയുന്നുണ്ട് എന്ന് ഇയാൾ പറയുന്നു. നോക്കൂ, വ്യക്തി को मैं नहीं जानता था, हताशा को जानता था, कहते ही वे जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं, जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? वास्तव में हम जानते हैं कि यह व्यक्ति मुसीबत में है और इसे हमारी मदद की ज़रूरत है. यह कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. നോക്കാം നമുക്ക്. कविता को मैं नहीं जानता था, हताशा को जानता था. ആ കവിതയിലെ വരികളെ കോട്ട് ചെയ്തുകൊണ്ട് പറയാണ്, വ്യക്തിको मैं नहीं जानता था, हताशा को जानता है. വ്യക്തിയെ ഞാൻ അറിയില്ലായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ നിരാശ എനിക്കറിയായിരുന്നു. कहते ही, അങ്ങനെ പറഞ്ഞുകൊണ്ട്, വേ അദ്ദേഹം, जानने की हमारी उस जानी पहचानी रूढ़ी को, അറിയുക എന്ന് പറയുന്ന നമ്മുടെ എന്താണ് രീതിയെ, നമ്മുടെ പരമ്പരാഗത രീതിയെ അദ്ദേഹം തോട് ദേത്തെ ഹെ, പൊട്ടിച്ചെറിയുന്നു. എങ്ങനെ നമ്മൾ ഒരാളെ അറിയുക എന്ന് പറയാം? എങ്ങനെ അയാളെ എനിക്കറിയാം എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ജോ വ്യക്തിക്ക് നാം, പത്തെ പേര്, പത്തെ അഡ്രസ്, ഉംറെ വയസ്സ്, ഓഹദെ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ ജോലി, യാ ജാതി അദ്ദേഹത്തിൻ്റെ ജാതി,
से जानने को जोड़ती है. ഒരാളെ അദ്ദേഹത്തിനെ എനിക്കറിയാമെന്ന് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരോ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരോ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനോ ഒക്കെ നോക്കിയാണ് അദ്ദേഹത്തെ എനിക്കറിയാം, അതറിയുമെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ അറിയുന്നു പറയും. അപ്പോൾ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്ന കവി ചെയ്യുന്നത്, നമ്മൾ പരമ്പരാഗതമായി നമ്മൾ ആലോചിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മനസ്സിലുള്ള ഒരു രൂപമുണ്ട് അറിയുക എന്ന് പറയുന്നതിന്, അതിനെ എന്താണ് ഇദ്ദേഹം അതിൻ്റെ അർത്ഥതലങ്ങളെ അദ്ദേഹം ഈ കവിതയിലൂടെ എന്ത് ചെയ്യുന്നു, പൊട്ടിച്ചെറിയുന്നു. നോക്കൂ, യദി ഹം കിസി വ്യക്തി കോ ഉസ്കി ഹതാശ നിരാശ असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. അപ്പോൾ ഇതിവിടെ പറയാണ്, യദി ഹം കിസി വ്യക്തിക്കോ, ഈ കവി എന്നെ പറയാണ് ഇതിൽ, യദി ഹം കിസി വ്യക്തിക്കോ ഉസ്കി ഹതാശ നിരാശ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നിരാശയോ അസഹായതയോ പ്രയാസമോ ഒന്നും നമ്മൾ മനസ്സിലാക്കാതെ അയാളെ അറിയുമെന്ന് പറയുന്നത് ശരിയല്ല. ഒരാളുടെ വിഷമങ്ങൾ, നിരാശ, പ്രയാസങ്ങൾ ഒന്നും മനസ്സിലാക്കാതെ നമ്മൾ അറിയുമെന്ന് പറയുന്നത് ശരിയല്ല, അത് അറിയലല്ല. സങ്കട ജാനത്തെ തോ ഹം കുച്ച് നഹീ ജാനത്തെ, നമ്മൾ അയാളെക്കുറിച്ച് ഇതൊന്നും അറിയുന്നില്ലെങ്കിൽ നമ്മൾ ഒന്നും അറിയുന്നില്ല, അതാണ് കവി പറയുന്നത്. സടക്ക് പർ, അതിനൊരു ഉദാഹരണവും പറയുന്നുണ്ട്. സടക്ക് പർ ഘായൽ പടേ അപരിചിത് വ്യക്തി കോ ദേക്കർ ക്യാ ഹം കഹ സക്തേ ഹൈ കി ഉസേ ഹം നഹീ ജാനത്തെ. ഇദ്ദേഹം പറയാണ്, സടക്ക് പർ ഘായൽ പടേ വ്യക്തി, സടക്ക് റോഡ്, ഘായൽ പടേ വ്യക്തി എന്ന് പറഞ്ഞാൽ മുറിവേറ്റ് കിടക്കുന്ന ഒരാൾ. റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരാളെ കണ്ടിട്ട് നമുക്ക് പറയാൻ, ക്യാ ഹം കഹ സക്തേ ഉസേ മേനെ ജാനത, അയാളെ നമുക്കറിയില്ല, എനിക്കറിയില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? വാസ്തവമേ, യഥാർത്ഥത്തിൽ ഹം ജാനത്തെ ഹേ, നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കുന്നു. എന്ത്? ഹം യേ വ്യക്തി മുസീബത്ത് മേ ഹേ, മുസീബത്ത് ഡിഫിക്കൽട്ടി, പ്രയാസത്തിലാണ്. ആ മനുഷ്യ യഥാർത്ഥത്തിൽ നമുക്കറിയാം അയാൾ പ്രയാസത്തിലാണെന്ന് നമുക്കറിയാം. और इसे हमारी मदद की ज़रूरत है, നമുക്കറിയാം അയാൾക്ക് നമ്മളുടെ സഹായം ആവശ്യമുണ്ട്. इसे हमारी मदद की ज़रूरत है, മദദ് സഹായം, ഹെൽപ്പ്, സറൂറത്ത് ആവശ്യം, അല്ലേ? നിർബന്ധമായിട്ടും ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട് നമ്മുടെ സഹായത്തിൻ്റെ. ये कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. ഈ കവിത മനുഷ്യനെ മനുഷ്യനായി മനസ്സിലാക്കാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കണേ, മനുഷ്യക്കോ മനുഷ്യ की तरह जानने की याद दिलाती है. മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ കവിത. कविता लगातार नहीं जाने और जानने का बयान करती जाती है. शिल्प की इस बारी कारीगरी को देखें. കവിത लगातार നിരന്തരം എന്താണ് പ്രയോഗിക്കുന്നത്? നെഹി ജാനെ, അറിയില്ല, ജാനിനെ അറിയാം. അറിയില്ല, അറിയാം എന്ന് പറയുന്ന വാക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുകയാണ്. ശില്പ് കി ഇസ് ഭാരി കാരിഗരി കൊ ദേഖേ. നമുക്ക് നോക്കാം ഈ മനോഹരമായ കാവ്യശില്പത്തെ, നമുക്ക് ഇതിൽ പരിശോധിക്കാം, നമുക്ക് നോക്കാം. അടുത്ത പാരഗ്രാഫ് ഇതിൻ്റെ കാവ്യാത്മകതയെക്കുറിച്ച് ആഴത്തിൽ പറയുന്ന ഒരു പാരഗ്രാഫാണ്. वह मुझे नहीं जानता था, हाथ बढ़ाने को जानता था. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. ये नहीं जाना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है? याद नहीं आ रहा. അപ്പോൾ ഈ കവിതയുടെ മൂല്യങ്ങളെക്കുറിച്ച് പറയാണ്. വ മുझे नहीं जानता था, हाथ बढ़ाने को जानता. അയാൾക്ക് എന്നെ അറിയില്ലായിരുന്നു, പക്ഷേ എൻ്റെ കൈനീട്ടലിനെ, എൻ്റെ ഹെൽപ്പിംഗ് ഹാൻഡിനെ അയാൾക്ക് അറിയുമായിരുന്നു. ഹം ഏക ദൂസരേക്കോ നെയ് ജാനത്തെ, ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് സാത്ത് ചലനാ ജാനത്തെ थे, പക്ഷേ ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ ഞങ്ങൾക്ക് അറിയുമായിരുന്നു.
नहीं जानना और जानना कविता में किसी लोकगीत के സ്ഥായി की तरह बार बार लौटता है. ഈ കവിതയിൽ അറിയില്ല എന്നുള്ളതും, അതായത് നെഹി ജാന്ന ഔർ ജാന്ന, അറിയില്ല അറിയാം എന്ന് പറയുന്ന പദം ഈ കവിതയിൽ എങ്ങനെ വരുന്നു? ലോകഗീതക്ക്, ലോകഗീത് എന്ന് പറഞ്ഞാൽ നാടോടി ഗാനം അല്ലേ? നാടോടി ഗാനം പോലെ, നാടോടി ഗാനത്തിലെ വരികളെ പോലെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നു. നാടൻ പാട്ടിലെ വരികളെപ്പോലെ, നാടൻ പാട്ടിൻ്റെ ഈണം പോലെ, നാടൻ പാട്ടിൻ്റെ വരികളെപ്പോലെ വീണ്ടും വീണ്ടും എന്താണ് ആവർത്തിച്ച് നെഹി ജാനെ ജാനിനെ എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഗദ്യമേ ലിഖി ഹുയി കിസി കവിതാമേ, ഗദ്യത്തിൽ എഴുതിയ ഏതെങ്കിലും ഒരു കവിതയിൽ लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है? ഇത്രയും അർത്ഥതലങ്ങളുള്ള, ആഴത്തിൽ അർത്ഥമുള്ള, എന്നാൽ മനോഹരമായ സംഗീതാത്മകതയുള്ള ഒരു കവിത ഞാൻ ഹിന്ദിയിൽ വേറെ കണ്ടിട്ടില്ല. യാദ് നഹീ ഹരാ ഹെ, ഞാൻ വേറെ കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ കവിതയുടെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുകയാണ്. जैसे किसी गज़ल में आखिरी शेर के आखिरी शब्द श्रोताओं की ज़ुबान पर आप से आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. അടുത്ത പാരഗ്രാഫ് എന്താ പറഞ്ഞു നോക്കൂ. जैसे किसी गज़ल में आखिरी शेर के आखिरी शब्द, ഒരു ഗസലിലെ അവസാനത്തെ വരിയിലെ അവസാനത്തെ പദം, ശ്രോതാओं की जुबान पर आप से आप आ जाते हैं, ശ്രോതാക്കളുടെ നാവിൻ തുമ്പത്ത് സ്വയം വന്നു ചേരാറുണ്ട്. വൈസേ ഈസ് കവിത കെ അന്തിം ശബ്ദ്, അതേപോലെ ഈ കവിതയിലെ അവസാന വാക്ക്, അതായത് സാത്ത് സാത്ത് ചലന കെ ബാദ്, സാത്ത് സാത്ത് ചലന എന്നുള്ളതിന് ശേഷം യദി കവിതാ പാഠ് രോക്ക് ദിയാ ജായതോ, അവിടെ കവിതാ വായന നിർത്തി കഴിഞ്ഞാൽ സുനിനെ വാലെ, കേൾവിക്കാർ, കേൾക്കുന്ന ആൾ, ഗുദ് വാക്കി പൂരാക്കർ ദേങ്കെ, സ്വയം തന്നെ അദ്ദേഹം പൂർത്തീകരിക്കുമെന്ത്, പൂർത്തീകരിക്കുകയും അവർ കഹേങ്കെ, പറയുകയും ചെയ്യും, ജാനതേ ഥേ. ഓക്കെ, അപ്പോൾ ആ വരികൾ എങ്ങനെയാണ്? നമ്മൾ ഒന്നുകൂടി നോക്കുക. ആ വരികൾ ഈ പറഞ്ഞത് സാത്ത് ചൽനേക്കോ എന്ന് ആ കവിത അവസാനിക്കുമ്പോൾ ദോനോ एक दूसरे को नहीं जानते थे, साथ चलने को എന്നവിടെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ജാനതേ ഥേ, കേൾക്കുന്ന ആളിൻ്റെ നാവിൻ തുമ്പത്ത് ഇത് സ്വയം തന്നെ ഒരു ഗസലിൻ്റെ അവസാനത്തെ വരി പോലെ സ്വയം വന്നു ചേരുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. इस कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह देता है. शेष पंक्तियाँ उसी कहे गए को और सघन और गहरा करती हैं. कविता का संदेश है कि 2 मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना ज़रूरी है. जानकारियाँ ज़रूरी नहीं हैं, किंतु यह संदेश कविता में उपदेश की तरह नहीं आता. അവസാന ഭാഗം നമുക്ക്, അവസാനത്തെ പാരഗ്രാഫ്. ഈ കവിത ജാനിന ശബ്ദക്ക്, ജാനിന എന്ന് പറയുന്ന വാക്കിൻ്റെ രൂഢീഗ്രസ്ത് അർത്ഥക്കോ, പരമ്പരാഗതമായ അർത്ഥത്തെ പൂരി തരസെ, പൂർണ്ണമായും ബദൽ ദേത്തി ഹെ, മാറ്റുന്നു, ചേഞ്ച് ചെയ്യുന്നു. നമ്മൾ ഒരാളെ അറിയാമെന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള അറിവുകളാണ്. അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര്, ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ.
പക്ഷേ അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പരമ്പരാഗതമായി നമ്മൾ നൽകുന്ന ഒരു അർത്ഥതലമല്ല. ആ അർത്ഥതലത്തെ ഇദ്ദേഹം എന്താണ്, അദ്ദേഹം ബദൽ ദേത്തിയ മാറ്റുന്നു ഈ കവിത ഉപയോഗിച്ചുകൊണ്ട്. ഇസ് കവിതാക്ക് പഹലി ദോ പങ്ക്തിയോമേ, ഈ കവിതയിൽ ആദ്യത്തെ 2 വരികളിൽ തന്നെ കവി അപ്നി പൂരി ബാത് കർ ദേത്തിയെ, കവി തൻ്റെ പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും ആദ്യത്തെ 2 വരിയിൽ ഇദ്ദേഹം പറയുന്നുണ്ട്. ശേഷ് പങ്ക്തിയ, അപ്പോൾ ബാക്കിയുള്ള വരികളോ, ശേഷ് പങ്ക്തിയ, ബാക്കിയുള്ള വരികൾ ഉസി കഹേഗെ, ഈ പറഞ്ഞതിനെ മുകളിൽ പറഞ്ഞ 2 വരിയെ ഔർ സഗൻ ഔർ ഗഹരാ കർത്തി ഹെ, കൂടുതൽ സ്പഷ്ടവും കൂടുതൽ ആഴത്തിലുള്ളതും കൂടുതൽ ഡീപ്പുള്ളതുമാക്കി മാറ്റും. അത് മുമ്പിലുള്ള പറഞ്ഞതിനെ ഒന്നുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി, ഒന്നുകൂടി വിശാലമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബാക്കിയുള്ള വരികൾ ഉപയോഗിച്ചിട്ടുള്ളത്. കവിത കാ സന്ദേശേക്ക്, ഈ കവിതയുടെ മെസ്സേജ്, സന്ദേശം ഇതാണ്. ദോ മനുഷ്യോ കെ ബീച്ച്, 2 മനുഷ്യന്മാർക്കിടയിൽ മനുഷ്യതാ കാ എഹ്സാസ് യാനി മാനവീയ സംവേദനാവോനി ജറൂറി ഹെ, 2 മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാകേണ്ടത് മനുഷ്യത്വമാണ് ഉണ്ടാകേണ്ടത്. മനുഷ്യത്വത്തിൻ്റെ അനുഭവമാണ് 2 വ്യക്തികൾക്ക് തമ്മിൽ ഉണ്ടാവേണ്ടത്. അതായത് മാനവീയ സംവേദന ഹോനി ചാഹിയെ, ഒരു ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ വേണം, ഒരു മാനവീയ മനുഷ്യത്വത്തിൻ്റെ ഒരു സംവാദം നടക്കണം, മനുഷ്യത്വത്തിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം. അതാണ് ഇവിടെ ഇതിൻ്റെ ഒരു സന്ദേശമായി ഈ കവിതയുടെ സന്ദേശം പറയുന്നത്. ജാൻകാരിയാ ജറൂരി, അല്ലാതെ അയാൾ ആരാണ്, അയാൾ വലുതോ ചെറുതോ, അയാൾ പഠിപ്പുള്ള ആളോ പഠിപ്പില്ലാത്ത ആളോ, അതല്ലെങ്കിൽ അയാൾ ഇന്ന ആളുടെ മകന് ഇന്ന ആളുടെ മകള്, അതൊന്നും അല്ല പ്രധാനം. മനുഷ്യത്വമാണ് പ്രധാനം. 2 മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാവേണ്ടത് മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വമാണ് ഉണ്ടാവേണ്ടത് ഇവിടെ പറയുന്നത്. കിന്തു യേ സന്ദേശ്, എന്നാൽ ഈ മെസ്സേജ്, ഈ സന്ദേശം, ഈ കവിതയുടെ ഈ സന്ദേശം കവിതാമേ ഉപദേശ് കി തരേ നെയ്യാത്ത, ഒരു ഉപദേശം പോലെ അല്ല ഇതിൽ വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ പദ്യഭാഗം വിനോദ് കുമാർ ശുക്ലിൻ്റെ ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാത്ത എന്നുള്ള ഈ പദ്യം വളരെ രസകരമാണ്. അത് പഠിക്കണം, എപ്പോഴും നിങ്ങളുടെ നാവിലുണ്ടാവണം. അതേപോലെ ഈ ടിപ്പണി വളരെ നന്നായി വായിച്ചുകൊണ്ട് പഠിക്കണം. ഈ ടിപ്പണി കണ്ടിട്ട് നമുക്ക് കവിതകൾ വരുന്ന സമയത്ത് അടുത്ത പാഠത്തിൽ വരുന്നത് ടൂട്ടാ പഹിയ എന്ന് പറയുന്ന കവിതയാണ്. ആ കവിതയുടെ ടിപ്പണി പലതവണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ടിപ്പണി എഴുതിയത് എങ്ങനെയാണോ എന്നുള്ളത് നോക്കുക. വിനോദ് കുമാർ ശുക്ലിൻ്റെ ഈ കവിതയ്ക്ക് നരേഷ് സക്സേന എഴുതിയ ടിപ്പണി നമുക്ക് പാഠമായി പഠിക്കാനുണ്ട്. ഇതിൻ്റെ ഒരു ശൈലി ഉപയോഗിച്ചാണ് നമ്മൾ അടുത്ത പദ്യഭാഗത്തിൻ്റെ ടിപ്പണി എഴുതാൻ പഠിക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.